പുതിയ സിമ്പിൾ വണ്ണിൻ്റെ സീറ്റ് ഇങ്ങനെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അഡീഷണൽ ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവം പോർട്ടബിൾ ബാറ്ററി പാക്ക് എന്ന് നമുക്ക് വിശ്വസിപ്പിക്കാം. പക്ഷെ നമുക്കിങ്ങനെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ബാറ്ററി പാക്കിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ റേഞ്ച് കിട്ടും എന്നുള്ളതാണ്. സിമ്പിൾ എനർജിയെക്കുറിച്ച് സംസാരിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇലക്ട്രിക് മാർക്കറ്റ് വലിയ രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്കിങ്ങനെ പറയാം 80% ഓഫ് ദ കമ്പനീസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മോഡലുകളും ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സെല് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചില കമ്പനികൾ, ഇപ്പോൾ നമുക്ക് പേരിലുണ്ടാവുന്ന ഒരുപാട് കമ്പനികൾ, എയ്ത്തർ, ഓല, റിവർ ഇന്ത്യ, അതുപോലെ തന്നെ സിമ്പിൾ തുടങ്ങിയിട്ടുള്ളവരൊക്കെ പ്രധാനമായിട്ടും മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരുടെ ഹെഡിനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ എല്ലാ മൊഡ്യൂൾസും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുകയാണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലൊരു പ്രൊഡക്റ്റായിട്ട് സിമ്പിൾ എനർജിയെ നമുക്ക് കാണാം. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇനിയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതിനെക്കുറിച്ചാണ്. ലുക്ക് വൈസ് കുറച്ചുകൂടി ഒരു അഗ്രസീവ് വാഹനം എന്നുള്ളൊരു ഫീലുണ്ട്. ഫ്രണ്ടൊക്കെ കുറച്ചുകൂടി ഒരു ഷാർപ്പ് എഡ്ജുകളും ആ ഒരു കട്ടിങ് എഡ്ജ് ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേഷ്യാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡുവൽ ടോൺ കളറാണ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റ് കളറും അതുപോലെ തന്നെ ഒരു റെഡ് ഇൻസേർട്ടുകളൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. ഈ ഭാഗമാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഹെഡ് ലാമ്പ്. ഹൈ ബീമും ലോ ബീമും ക്രമീകരിച്ചിട്ടുള്ള ഹെഡ് ലാമ്പാണ്. ഈ ഒരു ഫേസ് ഒക്കെ നോക്കിയാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള തരത്തിലുള്ള, അതുപോലെ തന്നെ വീലിൻ്റെ കളറും റെഡാണ്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. സസ്പെൻഷനൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ട്. ഇപ്പോൾ രണ്ടാൾ കയറിയിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ്. സിംഗിളായിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് രണ്ടാളെ വെച്ചിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കും, ഇത് കുറച്ചൊരു പ്ലെയിനൊക്കെ ആക്കി കൊടുത്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ ഒരു ഫ്രണ്ട് ഫേഷ്യ കുറച്ചും കൂടി അഗ്രസീവാണ്. ഇത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് സംസാരിക്കേണ്ടത് ഈ ഒരു സ്കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരു യൂട്ടിലിറ്റി സ്പേസ്, ധാരാളം സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാം. ആ ഒരു സ്പേസ് അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ പൊക്കി കഴിഞ്ഞാൽ ഇതാണ് ചാർജിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം. കേബിൾ ഇവർ ഇതിൻ്റെ കൂടെ തന്നെ തരും. ഇഗ്നീഷ്യൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിട്ട് അതുപോലെ ഒരു ഹുക്കും നമുക്കിവിടെ കാണാൻ പറ്റും. നൈസ്. സീറ്റ് കംഫർട്ടബിൾ ആണ്, വീതിയുള്ള സീറ്റാണ്. ഇത്രയും ഭാഗം ഫ്രണ്ടിൽ താൾക്ക് കൊടുത്തപ്പോൾ ബാക്കിൽ താൾക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ അവിടെ ബാക്കിൽ താൾക്ക് ഇരിക്കുന്നതിന് തെറ്റൊന്നും പറയില്ല. ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊരു റെഡ് എലമെൻറ്റിലാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു അഗ്രസീവ്നെസ് നമുക്ക് ബാക്കിലും കാണാം. ടെയിൽ ലാമ്പ് യൂണിറ്റ്, സിമ്പിൾ വൺ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. സാരി ഗാർഡ് പോലത്തെ ഒരു സാധനം കൊടുത്ത് എനിക്ക് രസമായിട്ട് തോന്നി. ലേഡീസ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീലിലേക്ക് ഒരു ഇത് പോവാതിരിക്കാൻ അത് സഹായിക്കും. മോണോക്കോക്ക് സസ്പെൻഷനാണ്, അതും നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല സസ്പെൻഷനാണ്, കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സീറ്റിൻ്റെ താഴ്ഭാഗത്തേക്ക് കഴിഞ്ഞാൽ 30 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി, അതായത് സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിനകത്തുണ്ട്. ഇതിനകത്താണ് ചാർജർ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇതിനകത്താണ് നമ്മുടെ ഈ ഒരു പോർട്ടബിൾ ബാറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ള സിമ്പിൾ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. ഇതാണ് ബാറ്ററി പാക്ക് വരുന്നത്. നിലവിൽ ഇത് നമുക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഇതിനൊരു ഡോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഇവർക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിൽ മാറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം 2 ബാറ്ററിയും ചാർജ് ചെയ്തെടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് 1.3 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയാണ്. മൊത്തം 5 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയാണ്. അതിൻ്റെ 3.7 കിലോ വാട്ട് അവർ ബാറ്ററി നമ്മളെ ഫ്ലോറിൽ താഴ്ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ 2 ബാറ്ററി പാക്കാണ് ഇതിന് കരുത്ത് കൊടുക്കുന്നത്. ഇനി ഇതാണ് ചാർജിങ് കേബിൾ വരുന്നത്. ഇത് ഡ്യുവൽ ടോൺ ആയതുകൊണ്ടാണ് ഈ റെഡ് എന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാത്തിനകത്തും റെഡ് ഉണ്ടാവുമെന്നും അറിയില്ല. എനിവേ ഇതാണ് ചാർജിങ്. അത് മാത്രമല്ല കേട്ടോ, അതാ ഇത് മൊത്തം ഇങ്ങനെ എന്താ 15 ആംപിയറിൻ്റെ നമ്മൾ സോക്കറ്റിനകത്ത് കണക്ട് ചെയ്യുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നൈസ്. ബൂട്ട് സ്പേസ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. എന്നാലും ഇനി വേറൊരു കാര്യം കൂടി, ഇതിനകത്തൊരു USB ചാർജിങ് കേബിളാണ്. ഇത് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്. ഇവിടെ സിമ്പിൾ OBD. எனவே ഈ ബാറ്ററി പാക്ക് 248 കിലോമീറ്റർ ദൂരം നമുക്ക് ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. 74 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോഴ്സ് പവറിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയർ ആൻഡ് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ലുക്ക്. ഇത് നമുക്ക് പറയാനുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. അതിനു മുമ്പ് ഹാൻഡിലിനെ കൂടി കുറിച്ച് പറയാം. 2 കോംബി ബ്രേക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ABS മിസ്സിംഗ് ആണ്. ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഫിനിഷൊന്നും കുഴപ്പമില്ല, നല്ല ഫിനിഷാണ്. ഇതാണ് ഹോൺ വരുന്നത്. ഇനി ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേക പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കണം. ആക്ച്വലി ഇതൊരു സ്ക്വയറായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് കുറേ ഭാഗം അങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇവിടം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഈ ഒരു സ്ക്വയർ മാത്രമേ ആക്ച്വലി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ളൂ. ഇതാണ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്ത് സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്, പെർസെൻറ്റേജ് ബാറ്ററി 89%, 127 കിലോമീറ്റർ സഞ്ചരിക്കാം. റൈഡ് മോഡുകൾ 4 ഉണ്ട്, അത് ഇവിടെ കാണാം. എക്കോ RDS എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഓരോന്നനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. റൈഡ്, ഡാഷ്, സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ട് മോഡ്. ഓക്കെ, യെസ്, ആ തരത്തിലാണ് ക്രമീകരിച്ചത്. അതിനനുസരിച്ച് ചാർജ് മാറട്ടെ. അപ്പോൾ 89-ൽ 167, റൈഡിലേക്ക് വരുമ്പോൾ 121, ഡാഷിലേക്ക് വരുമ്പോൾ 100, സോണിക്കിൽ 83 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതെന്തായാലും ചേഞ്ച് ആവുമല്ലോ. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് OTA ഉണ്ട്, അതായത് ഓവർ ദി എയർ അപ്ഡേറ്റ്സ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, കാലക്രമേണ വരുന്ന ചേഞ്ചസ് ഒക്കെ ഇവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം റേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരികയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഓവർ ദി എയർ ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ ഈ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് എന്നുള്ളതും ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓണർഷിപ്പ് ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ട് MVD ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, അത് നമുക്ക് ഇവിടെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. മെയിൻ്റെ അകത്ത് 86ഉം പോർട്ടബിളിനകത്ത് 99ഉം ഉണ്ടെന്ന് കാണിക്കുന്നു. പോർട്ടബിൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റാണ് എടുക്കുക, മെയിൻ തീർന്നാലായിരിക്കും എടുക്കുക എന്നുള്ളത്. കസ്റ്റമൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. എമർജൻസി ഡീറ്റെയിൽസ്, ആരെയാണ് എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സിമ്പിളിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഇൻഫോ, അതായത് സൂപ്പർ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 1.5 ആണ്, അതിനകത്താണ് കൂടുതൽ റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഇതിനകത്തൊരു SIM ഉണ്ട്, ഇവിടെ നമുക്ക് LTE എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ SIM-ൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാവിഗേഷനും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഈ P ഇത് പറഞ്ഞാൽ പാർക്ക് മോഡാണ്. ഇപ്പോൾ മോട്ടോർ ഓണാണ്. പാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ, ഫോർവേഡും ബാക്ക്വേഡും നമുക്കൊരു നിശ്ചിത സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പാർക്കിംഗ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ ടൈറ്റ് പാർക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ, അതായത് അങ്ങനത്തെ ഒരു കൺട്രോൾ ആവശ്യമുള്ള ആളുകൾക്ക് കേട്ടോ, എല്ലാവർക്കും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആ ആളുകൾക്ക് കുറച്ചൊരു സ്പീഡിൽ ഒരു 1, 2, 3 km/h വേഗതയിൽ മുന്നിലേക്കും അത് അതേപോലെ തന്നെ ബാക്കിലേക്കും കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് ഉണ്ടോ, ഈ ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സൗകര്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ സെറ്റപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ കാണുന്ന സമയത്ത് ഭയങ്കര ചെറുതാണ്. എനിക്ക് വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് തോന്നിയിരുന്നു ഇത് ഉപയോഗിച്ച് ബാക്ക് കാണുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ചെറിയ ബ്ലൈൻഡ് സ്പോട്ട് അതും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു അഗ്രസീവ്നെസ് അതിനകത്തും കാണിച്ചതാണെന്ന് തോന്നി. ലുക്കിംഗ് ഗുഡ്, പർപ്പസും മീറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് എന്നാലും ഒരു ബ്ലൈൻഡ് സ്പോട്ട് എവിടേക്കോ വരുന്നുണ്ടെന്നാണ്. സീറ്റ് ഹൈറ്റും കൊള്ളാം, എല്ലാവർക്കും കാലത്തുന്ന തരത്തിലൊരു യൂണിസെക്സ് എന്ന് പറയില്ല, അതേപോലെ യൂണി ഹൈറ്റിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കാല് മുട്ടുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ബട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, കാലങ്ങനെ മുട്ടുന്നില്ല. ഞാനൊരു 6 അടി ഉയരക്കാരനാണ്. ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് കാല് മുട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് ഈ വണ്ടീൻ്റെ ടോട്ടൽ കാര്യങ്ങൾ. 8.5 kW ആണ് ഇതിൻ്റെ ടോട്ടൽ പവർ ഇതിൻ്റെ മോട്ടോർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപയോഗിച്ച് നമുക്ക് 248 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം. 75 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് സിമ്പിൾ എനർജിയുടെ ഈ മോഡൽ, അതായത് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്. ബാക്കി ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് സംസാരിക്കാനുള്ളത്. സിമ്പിൾ വണ്ണ് നമ്മളിന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അതിന് മുന്നേ ഡ്രൈവ് മോഡിനെ കുറിച്ച് പറയാം. ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സലേഷൻ നിന്ന് കൈയെടുത്തതിന് ശേഷം ചേഞ്ച് ചെയ്യണം. ഇപ്പൊ സോണിക്കിലാവുന്ന സമയത്ത് ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കരമാണ്. 2.7 സെക്കൻഡ് കൊണ്ടിലൊക്കെ 0 to 40 ഒക്കെ എത്താൻ പറ്റും. പിന്നെ 105 അതിന്റെ ടോപ്പ് സ്പീഡ്. ആ ടോപ്പ് സ്പീഡ് ടച്ച് ചെയ്യാനും സോണിക് എന്ന് പറയുന്ന മോഡൽ മാത്രമേ പറ്റൂ. പക്ഷെ സോണിക് കുറച്ചും കൂടി കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യും. കാരണം 84-ൽ 80 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, ഇവിടെ കാണാം. അത് നമ്മൾ നേരെ മറിച്ച് എക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും 156 കിലോമീറ്റർ ദൂരം നമുക്ക് ഈ 84 ഉപയോഗിച്ച് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ഒരു റൈഡ് ക്വാളിറ്റി ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ ഈ വണ്ടിക്കകത്തേക്ക് കയറിയിട്ട് ഈ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അതായിരുന്നു, ക്വാളിറ്റി റൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇൻട്രസ്റ്റിംഗ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എക്കോയിലേക്കും മറ്റു മോഡലിലേക്കൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഇതിന്റെ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. എക്കോയിൽ നമുക്ക് ഒരു 50-55 വരെയൊക്കെ പോകാൻ പറ്റുക. അത് റൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടും. ഡാഷിലാണ് 105 വരെ പോകാൻ പറ്റുള്ളൂ. മറ്റേ മോഡിച്ചിട്ട് 0 to 100 ടച്ച് ചെയ്യണത് പറ്റില്ല, അതായത് അത് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. കയറ്റമൊക്കെ കയറുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
കംഫർട്ടബിൾ റൈഡാണ്. അത്യാവശ്യം നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. EV ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇനീഷ്യൽ ടോർക്ക് കൂടുതലായതുകൊണ്ട് കയറ്റും കയറുമോ അത് വലിയുമോ എന്നുള്ള പേടിയൊന്നുമില്ല. അത് ആ ഒരു മൊമെന്റം കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കയറ്റവും ഇത് പ്രോപ്പർ ആയിട്ട് കയറി പോയിക്കോളും. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വണ്ടി കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇതിനകത്ത് മാപ്പ് ഉണ്ട്, നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെ വേണ്ടിയെന്നുള്ള ഇതാക്കാം. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. അപ്പൊ ഞാനിതിന്റെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഞാനൊന്ന് ലൊക്കേഷൻ ഇടണം. അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളി ആയിട്ടുള്ള ഒരു മാപ്പാണ് നമുക്ക് വരിക. ആ സമയത്ത് നമ്മളുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ താഴെ ഉണ്ട് ചെറുതായി കാണിക്കുന്നത്. അപ്പൊ ആ റെഡിൽ കണ്ടോ, നമുക്ക് വണ്ടി മൂവ് ആണെന്ന് സ്പീഡോമീറ്റർ അവിടെ കാണിച്ചു വേണ്ട 13-15 കിലോമീറ്റർ എന്നൊക്കെ ഉള്ളത്. അതെനിക്ക് രസമായിട്ട് തോന്നി. ഇൻഫർമേഷൻസ് എവിടെയും മിസ് ആവുന്നില്ല. മറ്റൊരു കാര്യം, ഇൻഡിക്കേറ്റർ ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രിവിലേജും ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പൊ അത് നമുക്ക് സൗണ്ട് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് മാത്രം മതി, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇതിനെ കുറിച്ച് ഒരു അവലോകനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ 250 കിലോമീറ്റർ, അതായത് 248 കിലോമീറ്റർ റേഞ്ചുള്ള, അതെന്തായാലും റിയൽ ലൈഫിൽ 210, 220 ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും. അത്രയും കിലോമീറ്റർ റേഞ്ചിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പോർട്ടബിൾ ബാറ്ററി പവർ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മളിപ്പം റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിമ്പിൾ എനർജി എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ദിവസം നമ്മൾ ഇത് ഓടിച്ച സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. സീറ്റിന്റെ കാര്യത്തിൽ സീറ്റും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആണ്. സിംഗിൾ ആയിട്ട് ഓടിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സസ്പെൻഷൻ നല്ലതാണ്. അത് രണ്ടാളിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഇത് ഡ്രൈവ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതാണ് സിമ്പിൾ 1 എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു